welcome back to another long video from the Netters and this is last Monday morning. Monday ആണെന്നുള്ളത് മാത്രം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഓർമ്മ വരും. ബ്രേക്ക്ഫാസ്റ്റ് വളരെ വിപുലമായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അന്ന് മൺഡേ ആയിരിക്കും. ആലൻ ഓഫുള്ള ദിവസം. ബാക്കി ദിവസങ്ങളിൽ ആലൻ ഇല്ലാത്തതുകൊണ്ട് ടോസ്റ്റും ചപ്പാത്തിയും ഉപ്പുമാവും അങ്ങനെ തട്ടിക്കൂട്ട് ഐറ്റംസ് ആയിരിക്കും. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിലേക്ക് ബിരിയാണിയാണ്. ബിരിയാണിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഇന്നലെ തന്നെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് കുക്കർ ബിരിയാണി ആയിരിക്കും. അത് തന്നെ എളുപ്പപ്പണിയാണ്. ആ പണി കുറച്ചുകൂടി എളുപ്പമാവാനായിട്ടാണ് ഞാൻ തലേന്ന് വൈകുന്നേരം തന്നെ ചുമ്മാ തട്ടി കുക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഇടാൻ പറ്റുന്ന പരുവത്തിൽ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സാദാ മുളക് പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും. നമ്മൾ വേറെ ഒരു പൊടികളും ബിരിയാണിക്കകത്ത് ചേർക്കത്തില്ല. അതുകൊണ്ടാണ് ഇടാനുള്ള എല്ലാ പൊടികളും ചേർത്ത് ഈ സാധനം ഞാനങ്ങ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ഞായറാഴ്ച വൈകുന്നേരത്ത് നമ്മുടെ ഇവിടുത്തെ സെൻറ്റ് മൈക്കിൾസ് ചർച്ചിൽ പെരുന്നാളായിരുന്നു. താനി പള്ളിയിൽ പെരുന്നാളായിരുന്നു. അപ്പോൾ ഞാനും മിനിയാൻ്റെയും ഗ്ലാഡിസും സേറമോളും ഒക്കെ കൂടെ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പാണ് ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത്. എന്നാലേ എനിക്ക് സ്വസ്ഥമായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒന്നാമതായിട്ട് ഞായറാഴ്ചയുടേതായിട്ടുള്ള എല്ലാ മടിയും, രണ്ടാമതേത് വീക്കെൻഡ് അങ്ങ് തീർന്നു പോവുകയാണല്ലോ, നാളെ സ്കൂളിൽ പോകണമെന്നുള്ള സങ്കടവും. അതുകൊണ്ട് സൺഡേ വൈകിട്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങണമെങ്കിൽ തിരിച്ചു വന്ന് വെറുതെ കിടക്കാൻ പാകത്തിന് എല്ലാം തീർത്തിട്ടേ ഞാൻ പോകത്തുള്ളൂ. ആ കറിച്ചട്ടിയിലിരിക്കുന്നത് മീൻകറിയാണ്. നമുക്ക് കുറച്ച് മീൻകറി അമ്മ വെച്ചത് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞായറാഴ്ചത്തെ ഡിന്നർ അതൊക്കെ കൂട്ടിയിട്ട് ദോശയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ ഇതിലെടുത്തിട്ടില്ല. ഞാൻ ഇന്നത്തേക്ക് മൺഡേയിലേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ മാത്രമേ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ അരപ്പിലേക്ക് നമുക്ക് ഇനി ചേർക്കാനുള്ളത് കുറച്ച് കട്ട തൈരാണ്. പുളിയുള്ള തൈര് ചേർക്കരുത്, ബിരിയാണിയുടെ ടേസ്റ്റ് മാറും. പ്രിഫറബിളി പൊട്ടിക്കാത്ത അപ്പോൾ മേടിച്ച തൈര്. പിന്നെ ബാക്കി നമുക്ക് പിന്നെ പുളിപ്പിച്ച് മോരിനൊക്കെ എടുക്കാമല്ലോ. അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഈ ചിക്കനിലേക്ക് പിടിപ്പിക്കാം. നിങ്ങൾക്ക് നേരെ ഉണ്ടെങ്കിൽ ആ പീസിൽ 2-3 വര ഇട്ടോളൂ കേട്ടോ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണെന്ന് വെച്ചല്ല, മടിയും കൂടെ കൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങ് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ചിലപ്പോൾ അങ്ങനെ വരയൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്യാറുണ്ട്. നാളെ ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളതിലേക്കുള്ള ആദ്യ ഘട്ടം പൂർത്തിയായി. രണ്ടാമത്തേത് ഇതാണ്. ഒരു വലിയ സവാള, ഒരു വലിയ തക്കാളി, 2 പച്ചമുളക്. ഇത് ഇത്രയും മതി. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ മാരിനേറ്റ് ചെയ്തതിൽ ചേർത്തിട്ടുണ്ടല്ലോ, അതാണ് രണ്ടാം ഘട്ടം. മൂന്നാമത്തേത് സാലഡിനുള്ള ക്യാരറ്റ്, തക്കാളി, സവാള, പച്ചമുളക്. അതങ്ങനെ അരിഞ്ഞങ്ങ് വെക്കത്തേ ഉള്ളൂ. നാളെ ഉപ്പും കേടും കൂടെ ചേർത്തിട്ട് നമുക്കങ്ങ് സാലഡാക്കി എടുക്കാമല്ലോ. ഇനി ഇതെല്ലാം കൊണ്ടുവന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഞാൻ ചില്ലറിലാണ് വെക്കാറുള്ളത്. ആ ഒരു ഡ്രോ പോലത്തെ സംഭവമുണ്ട് ഫ്രിഡ്ജിൽ, അതിനെയാണ് ഞാൻ ഈ ചില്ലറെന്ന് പറയുന്നത്. അപ്പോൾ ഇതേ രാവിലെ എണീറ്റ് കിച്ചണിൽ വന്ന് ഞാൻ ആ കുക്കറിൽ നെയ്യും കുറച്ച് എണ്ണയും, വെളിച്ചെണ്ണയാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തത്, എണ്ണയായിട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്നിങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ആദ്യം ഈ സവാള ആഡ് ചെയ്ത് കൊടുക്കണം. സവാള നല്ല ബ്രൗൺ കളർ ആവണം. ബിരിയാണിയുടെയൊക്കെ പുറത്തിടുന്ന പരുവത്തിന് ബ്രൗൺ ആവണം. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. അതിനൊപ്പം നമ്മൾ വേറെ എന്തിട്ടാലും അതൊക്കെ കരിഞ്ഞും പോകും. അപ്പോൾ ആദ്യം ഈ സവാളയിൽ നമുക്ക് നല്ല മുരിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ അത് അവിടെ ഇരുന്ന് അങ്ങനെ മുരിഞ്ഞോളും. ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് വേറെ എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ ചെയ്യുകയും ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും. ബിരിയാണിക്കുള്ള അരി ഞാൻ അങ്ങനെ കുതിർത്തി വെക്കാറൊന്നുമില്ല. ഞാൻ കൈമ അരിയിട്ടേ ബിരിയാണി ചെയ്യാറുള്ളൂ കേട്ടോ. കെറ്റിലിൽ ബോട്ടിൽ സ്റ്റെറിലൈസേഷനും ഞങ്ങൾക്കുള്ള കോഫിക്കും ഒക്കെ ആയിട്ടുള്ള വെള്ളം വെച്ചിട്ട് നമുക്ക് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ 1.5 ഗ്ലാസ് കൈമാരി, ഞങ്ങൾക്ക് അതാണ് പരുവം, അത് മതിയാവും. ചിലപ്പോൾ രാത്രിത്തേക്കും കാണും കുറച്ച് ബിരിയാണി എടുക്കാനായിട്ട്. നന്നായിട്ട് കഴുകി ഒന്ന് ഊറ്റി വയ്ക്കും. അത് ഞാൻ ഈ സവാള മുരിഞ്ഞ് വരുന്ന ടൈമിൽ ഒരു എളുപ്പത്തിന് വേണ്ടി ചെയ്ത് വെക്കുന്നതാണ്. അതങ്ങനെ മാൻഡേറ്ററി ഒന്നുമല്ല. അപ്പോൾ നമുക്ക് കഴുകി അങ്ങോട്ട് ഇട്ടാലും മതി. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ അതും കൂടെ അങ്ങ് പ്രിപ്പയർ ചെയ്ത് വെക്കും. ഇതിപ്പോൾ ഇന്നലെ രാത്രി നമുക്കെടുത്ത് വെള്ളത്തിലിടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വേവിൻ്റെ പരുവം മൊത്തത്തിൽ മാറും. അപ്പോൾ അത് നല്ലപോലെ ഒരു 2-3 വെള്ളത്തിൽ കഴുകി ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അങ്ങനെ തന്നെ വെച്ചേക്കും. ഇനി അത് പിന്നീട് എടുത്ത് തട്ടിയാൽ മാത്രം മതിയല്ലോ. സവാള നല്ല രീതിയിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകുന്നത് തടയാനായിട്ട് നമുക്ക് ആ തക്കാളി അങ്ങ് ഇട്ട് കൊടുക്കാം. അത് ഇത്തിരി വെള്ളമൊക്കെ ഉള്ള സാധനമായതുകൊണ്ട് ഇപ്പോൾ അത് മൊത്തത്തിൽ കുഴഞ്ഞൊരു പരുവത്തിലെത്തും. നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി മസാല ആഡ് ചെയ്തിട്ട് തക്കാളി ആഡ് ചെയ്താലും മതി. പക്ഷേ ഞാനില്ലേ ഇങ്ങനെ ശ്രദ്ധിക്കാണ്ടല്ലേ നിൽക്കുന്നത് സവാള ഇട്ടിട്ട്. അപ്പോൾ അതിനി പെട്ടെന്ന് കരിഞ്ഞു പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ടങ്ങ് തക്കാളി ആഡ് ചെയ്തു. അതൊന്ന് കുഴച്ചെടുത്തിട്ട് 2 പച്ചമുളകും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ നിറച്ച് ബിരിയാണി മസാല എടുത്ത് അതൊന്ന് മൊത്തത്തിൽ മൂപ്പിച്ചിട്ട് ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കേടൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇതിനിപ്പോൾ ഒരു പച്ച കളറെന്നല്ല പറയുന്നത്, ഒരു പച്ചമയം, അതിനെന്തോ പറയണമെന്ന് എനിക്കറിയത്തില്ല. ഈ ചിക്കൻ്റെ നിറം ഒന്ന് മാറ്റണം. ആ പച്ചപ്പൊന്ന് മാറ്റിയിട്ട് അതൊന്നിങ്ങനെ നല്ല ഡാർക്ക് ബ്രൗൺ ആവണം. അങ്ങനെ ആവാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് തീ ഹൈ ഫ്ലെയിമിൽ വെക്കുക, ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക.
മിക്സ് ചെയ്യുന്നത് നിർത്തരുത്. എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും അറ്റത്ത് പോയി കരിഞ്ഞ് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നല്ല രീതിയിൽ അതിങ്ങനെ ചെയ്തെടുത്താൽ ഒരു ചിക്കൻ കറിയുടെയൊക്കെ നിറത്തിലോട്ട് അത് വരും. തൈരങ്ങ് തൈരിൻ്റെ ആ പച്ചപ്പങ്ങ് പോകും. അതാണ് നേരത്തെ ഞാൻ പച്ചയും മഞ്ഞ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ അതിൻ്റെ നിറം മാറിക്കഴിഞ്ഞപ്പോഴേക്ക് അതിലേക്ക് ഞാൻ കൈമാരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്നാണ് എൻ്റെ കണക്ക്. നെയ്യുടെ കുപ്പിയിൽ ഒരു ഇത്തിരി കൂടെ നെയ്യേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കെറ്റിൽ എന്തായാലും ചൂടുവെള്ളം ആയ സ്ഥിതിക്ക് ഞാൻ അതിന് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ആ കുപ്പി അങ്ങ് കഴുകി ഒഴിച്ചു. ഇനിയിപ്പോൾ എനിക്ക് ആ കുപ്പി അങ്ങ് പ്ലാസ്റ്റിക് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടിട്ടാലോ. എന്നിട്ട് ഈ ഒരു വെള്ളത്തിലോട്ട് വേണം നമുക്ക് മുഴുവൻ മസാലകൾ ചേർത്ത് കൊടുക്കാനായിട്ട്. പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, പിന്നെ ആ ഫ്ലവർ പോലത്തെ സാധനം, അതും ഒരു 2 എണ്ണം കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ സവാള വഴന്ന് വരാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പാണ് ഇട്ടത്. അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് എടുക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണല്ലോ, ഇടുന്ന സാധനത്തിൻ്റെ അളവ് നോക്കിയിട്ടല്ലേ ഉപ്പിടുന്നത്. അപ്പോൾ ഉപ്പ് കുറവായിരിക്കും. ഈ വെള്ളം ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ചോറ് വയ്ക്കാൻ നേരത്ത് നിങ്ങൾ ഉപ്പിട്ടൊക്കെ ആയിരിക്കും ചോറ് വയ്ക്കുന്നതെങ്കിൽ അങ്ങനെ, അല്ലെങ്കിലും ബിരിയാണിക്ക് ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടണം. ആ വെള്ളത്തിൻ്റെ പാകത്തിന് ഉപ്പിടണം. ഉപ്പ് മുന്തി നിൽക്കണം. അപ്പോൾ വെന്ത് കഴിയുമ്പോഴത്തേക്ക് അത് കറക്റ്റ് പാകമാവും. ഈ ഒരു ബിരിയാണി ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളത് പോലെ ഞാൻ പഴറ്റി തെളിഞ്ഞ ബിരിയാണിയാണ്. ആദ്യ തവണയൊക്കെ വെക്കുമ്പോൾ ഒന്നെങ്കിൽ അരി വേവത്തില്ല, അല്ലെങ്കിൽ അരി കുഴഞ്ഞു പോകും. അങ്ങനെ ഒരുപാട് പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. ഞാനിങ്ങനെ പരീക്ഷിച്ച് എനിക്കിപ്പോൾ കണ്ണും പൂട്ടി ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. അതും കുക്കർ ബിരിയാണി. എനിക്ക് നോർമൽ ബിരിയാണി ഉണ്ടാക്കാനും അറിയാം. പക്ഷെ അതിനേക്കാളും എനിക്ക് എളുപ്പവും സത്യം പറഞ്ഞാൽ എനിക്ക് ടേസ്റ്റിൽ ഇഷ്ടം ഈ ബിരിയാണിയാണ്, കുക്കറിൽ വെക്കുന്ന ബിരിയാണിയാണ്. ഇതിന് ഹൈദരാബാദി ബിരിയാണി എന്നോ മറ്റോ ആണ് കേട്ടോ പറയുന്നത്. നമ്മൾ ഈ കേടൊക്കെ എങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്, ചില മസാലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇന്നലെ ഈ ബിരിയാണിയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് ഡിന്നർ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ താന്നിപ്പള്ളിയിലേക്ക് പെരുന്നാളിന് പോയത്. ഒരു 6:30 പരുവത്തിന്. അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ കഷ്ടകാലത്തിന് ഒരു ഐസ്ക്രീം വണ്ടി ഫ്രണ്ടിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് ഐസ്ക്രീം മേടിച്ച് കഴിച്ചു. നീലു കഴിച്ച് തീരാത്തതുകൊണ്ടും അവൻ്റെ ഈ ദേഹത്തും ഡ്രസ്സിലും ഒക്കെ വീഴുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ അവൻ്റെ നിന്ന് ഐസ്ക്രീം ഇങ്ങനെ എടുത്ത് പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അതിൻ്റെ പ്രശ്നം എൻ്റെ തൊണ്ടയ്ക്കുണ്ട്. എൻ്റെ സൗണ്ടിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇടയ്ക്ക് എനിക്കൊരു ബ്രീതിങ് ഡിഫിക്കൽട്ടി പോലെയൊക്കെ വരുന്നുണ്ട്. ചെറിയൊരു പനിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതങ്ങോട്ട് വിട്ട് മാറിയിട്ടില്ല. കഴിഞ്ഞൊരു ദിവസം ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വന്ന് ഞാൻ കിടപ്പുമായിരുന്നു പനി കാരണം. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. മുട്ടക്കറിക്കുള്ള ഗ്രേവിയൊക്കെ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ബിരിയാണിയുടെ കൂടെ ഞാൻ എപ്പോഴും ചേർക്കുന്ന പോലെ മുട്ട ചേർക്കാതിരുന്നത്. ബിരിയാണിക്കുള്ളതും മുട്ടക്കറിക്കുള്ളതും രണ്ടും കൂടെ ചേർത്ത് സ്റ്റീമറിൽ എഗ്ഗ് അങ്ങ് ബോയിൽ ചെയ്തെടുക്കാമെന്ന് കരുതി. ഈ പ്രാവശ്യം ഇടിയപ്പത്തിൻ്റെ മാവ് മേടിച്ചുകൊണ്ട് വന്ന് പറഞ്ഞപ്പോൾ മിസ്റ്റർ ആലൻ മേടിച്ചുകൊണ്ട് വന്നത് ഈസി ഇടിയപ്പം മിക്സ് അല്ല, മറ്റേ സാധനമാണ്, ഈ ചൂടുവെള്ളത്തിൽ കുഴക്കുന്ന സാധനം. എനിക്കാണെങ്കിൽ ഇതിൽ ചെയ്താൽ അങ്ങോട്ട് ശരിയാവത്തുമില്ല. എന്തായാലും രണ്ടും കൽപ്പിച്ച് കെറ്റിൽ ചൂടായ വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്ത് അതിലേക്ക് മാവ് ഇതുപോലെ ഞാൻ ആ പാക്കറ്റിൽ വായിച്ചപ്പോൾ മാവ് മൃദുവാകുന്നത് വരെ കുഴയ്ക്കുക എന്നാണ് കണ്ടത്. ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് തിളപ്പിച്ചിട്ട് മാവ് മൃദുവാകുന്നത് വരെ കുഴയ്ക്കാൻ. ആ മൃദുവായോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ ആ സ്പാറ്റുള്ള വെച്ചിട്ടാണ് കുഴച്ചത്. അതിൽ ചൂടുണ്ടായിരുന്നുകൊണ്ട്. പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള മെഷീൻ ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ മാവ് മേടിച്ചുകൊണ്ട് വന്നവർ തന്നെ അതിൻ്റെ പാടെന്താണെന്ന് വെച്ചാൽ നോക്കട്ടെ. ഈസി ഇടിയപ്പം മിക്സ് ആണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പത്തിൽ പച്ചവെള്ളത്തിൽ കുഴയ്ക്കുകയും ചെയ്യാം, പെട്ടെന്ന് തന്നെ ഇങ്ങ് പോരുകയും ചെയ്യും ഈ ഇടിയപ്പത്തിൻ്റെ അച്ചെന്ന്. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ല. മാവ് ഞാനിപ്പോൾ തൊട്ടൊക്കെ നോക്കിയിട്ട് നല്ല ഫ്ലഫി ആൻഡ് സോഫ്റ്റൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിരിയാണിക്കുള്ള 3 എഗ്ഗും മുട്ടക്കറിക്കുള്ള 3 എഗ്ഗ്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമ്മുടെ കുക്കർ വിസിലായി. കുക്കർ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഫോണിൽ ആലനെ വിളിച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കണം, വേഗം ഇറങ്ങി വന്ന് പറഞ്ഞിട്ടുണ്ട്. കോഫി കുടിക്കാനായിട്ട് കടൽ ഓഫ് ദ ഡേ കാണാനായിട്ട് മേളിൽ പോകാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. ഇടിയപ്പം ഒരു ടാസ്ക്കാണ് ഉണ്ടാക്കുന്നത്, അല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ടൈം കിട്ടിയേനെ. അപ്പോൾ ഞാൻ ആ അച്ചിൻ്റെ അകത്ത് മാവൊക്കെ റെഡിയാക്കി വെച്ച് കൊടുത്തു. ആലൻ വന്നിട്ടാണ് ഇടിയപ്പം ചെയ്തത്. പക്ഷേ ഞാനിനി കുഴച്ചതിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല, അതോ ഈ പറഞ്ഞ പോലെ ഒത്തിരി നാൾ ഞാനത് ചെയ്യാതിരുന്നത് എനിക്കത് എപ്പോഴും പാളുന്നുകൊണ്ടാണ്. പക്ഷേ ആലൻ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റത്തെ ഒരു തട്ടില്ലേ, അത് ചെയ്യണ സമയത്ത് ആലൻ എന്തിനോ വേണ്ടി പുറത്തോട്ട് പോയിരുന്നു. അത് ഞാനാണ് ചെയ്തത്. അപ്പം നമ്മൾ ഈസി ഇടിയപ്പം മിക്സിൻ്റെ അകത്ത് ചെയ്യുന്നതിനേക്കാളും നല്ല സ്പീഡിലും ഒട്ടും ബലം പിടിക്കാതെ തന്നെ റെഡിയായി. പക്ഷേ ഈ ഇടിയപ്പം എനിക്ക് ഇഷ്ടമല്ലാത്തതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. അതായത് ഈ മാവിൽ ചെയ്യുന്നതിന്, ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുന്ന മാവിൽ നമ്മൾ ഈസി ഇടിയപ്പം മിക്സ് മേടിച്ച് ചെയ്താൽ ആ ഇടിയപ്പം രാത്രി ആയാലും സോഫ്റ്റ് ആയിട്ടിരിക്കും. പക്ഷേ ഈ സാധനത്തിൽ ചെയ്താലുണ്ടല്ലോ അത് കട്ടിയാവും. വൈകുന്നേരം ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ ഇടിയപ്പം ഇങ്ങനെ കല്ല് മാതിരി ഹാർഡായിട്ടിരിക്കും. എസ്പെഷ്യലി അതിൻ്റെ സൈഡിലോട്ടൊക്കെയുള്ള ഭാഗമെല്ലാം ഇത് ഈ പറഞ്ഞ പോലെ കുടിച്ചെടുക്കാൻ പരുവത്തിയിരിക്കും. ഞാൻ കുഴച്ചെടുത്ത മാവ് കറക്റ്റായിട്ടൊരു 3 തട്ടിനുണ്ടായിരുന്നു. അത് മതിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. പിന്നെ നിലുവിന് 2 എണ്ണം കഴിക്കാനൊക്കെ ആയിട്ടുള്ളത് കാണും എന്തായാലും. കുക്കുവിന് ഇത് കണ്ടു കഴിഞ്ഞെങ്കിൽ അവൻ പറഞ്ഞേനെ ഇത് കൊണ്ടുപോകാൻ. അവന് ഇഷ്ടമാണ് ഇടിയപ്പവും പൊറോട്ടയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, രാവിലെ കഴിക്കുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ.
പൊറോട്ട കഴിഞ്ഞാൽ ആൾ ചൂസ് ചെയ്യുന്നത് ഇടിയപ്പമായിരിക്കും. ഇപ്പോൾ അങ്ങനെയാണ്, അതിങ്ങനെ മാറി മാറി വരും കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും ബിരിയാണി ഉള്ളതുകൊണ്ട് പിന്നെ അത്രയും അങ്ങോട്ട് ബലം പിടിക്കാൻ സാധ്യതയില്ല. ഇതും ഇഷ്ടമാണ്, ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന ബിരിയാണി ഇഷ്ടമാണ്. അവനോട് ചോദിച്ചാൽ അവൻ പറയും അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് ഇഷ്ടമെന്ന്. അവൻ ഈ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഇഷ്ടമാണ് ഞാൻ ഈ കുക്കറിൽ ഉണ്ടാക്കുന്ന ബിരിയാണി. ബിരിയാണിയുടെ മീതെ ഞാൻ ഇനി ഉള്ളിയും നട്ട്സൊന്നും അങ്ങനെ മൂപ്പിച്ചൊന്നും ഇടുന്നില്ല. ഇവിടെ ഗസ്റ്റ് ഉണ്ടെങ്കിലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. മേളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇടുമ്പോൾ ബിരിയാണിയുടെ പരിപാടി കഴിഞ്ഞു. ഞാൻ ഈ ഇടിയപ്പത്തിൻ്റെ അല്ലെങ്കിൽ ഇഡലിയുടെ ആണെങ്കിലും തട്ടിൻ്റെ അകത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ ഒഴിച്ച് നന്നായിട്ട് എല്ലായിടത്തും തേക്കും. അപ്പോൾ ഇതുപോലെ ചുമ്മാ തട്ടിയാൽ മതി ഇളകി വീഴാനായിട്ട്, ഇങ്ങനെ കരണ്ടി ഇട്ടൊന്നും കുത്തണ്ട. പിന്നെ ഇഡ്ഡലി ആകുമ്പോൾ ഇത്തിരി തോണ്ടേണ്ടി വരും കേട്ടോ സൈഡിൽ നിന്നൊക്കെ, പക്ഷെ എന്നാലും സൈഡിലൊന്നും തോണ്ടി വിടുമ്പോഴത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ഇളകി വീഴും. നല്ലപോലെ സൺഫ്ലവർ ഓയിൽ അങ്ങനെ തേച്ച് കൊടുത്താൽ മതി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ ഏകദേശം സെറ്റായി. ഇനി നമുക്ക് ആ മുട്ടക്കറിയുടെ ഗ്രേവി ഒന്ന് അവനിൽ വെച്ച് ചൂടാക്കി എടുത്താൽ മതി. സ്റ്റീമറിൽ എഗ്ഗ് റെഡി ആയപ്പോൾ ഞാൻ അത് നമ്മൾ ഇടിയപ്പത്തിന് മാവ് കുഴച്ച് അതേ ബൗളിലേക്ക് എടുത്തിട്ടിട്ട് എഗ്ഗൊക്കെ അങ്ങ് പൊളിച്ചു മാറ്റി. കുക്കു രാവിലെ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു, പഠിച്ചു കഴിഞ്ഞിട്ട് വന്ന് തന്നെ പറഞ്ഞ് കേൾപ്പിക്കുന്നതാണ് കേട്ടോ. എല്ലാം പഠിച്ചിട്ട് അവന് ഇഷ്ടമുള്ള സെൻറ്റൻസസിലാണ് പറയുന്നത്, പ്രത്യേകിച്ച് ഈ എസ്എസും GSും ഒക്കെ അവന് മനസ്സിലാവുന്ന പോലെ പറയും. പിന്നെ ഇത്തിരി ലാംഗ്വേജ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഫോഴ്സ് ചെയ്ത് കറക്റ്റ് സെൻറ്റൻസ് അവിടെ ഇരിക്കുന്ന പോലെ തന്നെ വരണമെന്നൊന്നും അങ്ങനെ പറയാറില്ല. അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് സാറിനോട് പല്ല് തേക്കാൻ പറഞ്ഞ് വിട്ടിട്ട് ഞങ്ങൾക്ക് 2 പേർക്കുള്ള ലഞ്ച് എടുക്കുന്നുണ്ട്. സ്കൂളിൽ ആനുവൽ ഡേയുടെ പ്രാക്ടീസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്നലെ സെറ്റ് ചെയ്ത സ്റ്റെപ്പ് എനിക്ക് തന്നെ ഒന്ന് ഓർമ്മ നിൽക്കണമെങ്കിൽ ഞാനൊരു 2-3 പ്രാവശ്യം അതൊക്കെ കളിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ വരണ്ടാന്ന് വിചാരിച്ചു. പിന്നെ എനിവേസ് ഇതിൻ്റെ അകത്താണെങ്കിൽ ഒന്നും ഇനി ചൂടാക്കാനോ പിടിക്കാനോ ഒന്നുമില്ല. അലന് വന്നിട്ട് ഇതുപോലെ അങ്ങ് എടുത്ത് കഴിച്ചാൽ മതി. കുക്കു പിക്കിൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിക്കത്തില്ല, അതുകൊണ്ട് അവൻ അച്ചാർ വെച്ചിട്ടില്ല. സാലഡ് നല്ലപോലെ കഴിക്കും. സാലഡും പപ്പടവും ബിരിയാണിക്കകത്ത് നിന്ന് ചിക്കൻ്റെ ഒരു പീസും എഗ്ഗും എല്ലാം വെച്ചിട്ടുണ്ട്. എനിക്ക് ലെഗ് പീസ്, അലനും ലെഗ് പീസ്. കുക്കുവിന് ലെഗ് പീസ് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ വെക്കത്തില്ല. അവന് പെട്ടെന്ന് കഴിക്കാൻ പാകത്തിന് ഒരു 2-3 കുഞ്ഞ് പീസസ് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ബിരിയാണിക്കകത്ത്. അവന് പിച്ചിയെടുക്കാനാണെങ്കിലും കരണ്ടി കൊണ്ട് കുത്തിയെടുക്കാനാണെങ്കിലും പാകത്തിന് കിട്ടുന്ന 2 പീസസ്. ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനും കുക്കുവും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. കറിക്ക് ഇത്തിരി എരിവ് കൂടുതലാണ്, ഞാനിപ്പോൾ എന്തുണ്ടാക്കിയാലും ഇത്തിരി എരിവ് കൂടിപ്പോവും. അതുകൊണ്ട് കുക്കുവിനൊരു ഇത്തിരി ഗ്രേവിയും ഒരു എഗ്ഗും, എനിക്ക് നല്ലപോലെ ഗ്രേവി എടുത്തിട്ടുണ്ട്, എനിക്ക് നല്ല എരിവൊക്കെ ഇഷ്ടം. എന്നിട്ട് ഞങ്ങളിതേ കഴിക്കാനായിട്ടിരുന്നു. അവൻ നേരത്തെ പഠിച്ചതൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവനത് നന്നായിട്ട് ഓർമ്മ നിൽക്കും. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മയടുത്ത് ഞാൻ നിലൂന് ഇടിയപ്പം വേണമെങ്കിൽ പാലായിട്ട് എടുത്തു കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഇറങ്ങുന്ന സമയത്ത് ഒരു ഇത്തിരി നേരമേ ഞങ്ങൾക്ക് ഇപ്പം ഈ വർത്തമാനം പറയാൻ കിട്ടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് അമ്മ പറയാനുള്ളതൊക്കെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നലെ ആരെയോ വഴക്ക് പറഞ്ഞതാണ് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കാണുമ്പോൾ തോന്നി എന്നെ വഴക്ക് പറയുന്നതാണെന്ന്. അങ്ങനെയല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനും കുക്കുമായിട്ട് സ്കൂളിലേക്ക് ഇറങ്ങി. ചിലപ്പോൾ നിലു ഒരു 10 മണിക്കൊക്കെ എണീക്കും, അല്ലെങ്കിൽ മിക്കപ്പോഴും 11 മണിയാവും. അംഗൻവാടിയിൽ കൊണ്ടിരുത്തുന്ന കാര്യം നമ്മൾ ആലോചിക്കുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് അവന് 3 വയസ്സാകും. ഇപ്പോൾ ഒരു ട്രെയിനിങ് എന്നോണം ഇരുത്താനായിട്ട്. സ്കൂളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനുവൽ ഡേയുടെ പ്രാക്ടീസാണ്. ഓൾട്ടർനേറ്റ് ഇയേഴ്സിലാണ് നമ്മൾ ആനുവൽ ഡേ നടത്തുന്നത്. നമ്മുടെ സ്കൂളിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് പള്ളി ഹാള് ഒരു ദിവസത്തേക്ക് റെൻറ്റിനെടുത്തിട്ടാണ് അവിടെയാണ് നമ്മൾ ആനുവൽ ഡേ ഹോസ്റ്റ് ചെയ്യുന്നത്. ഇതിന് മുന്നത്തെ വർഷം ആനുവൽ ഡേ ഇല്ലായിരുന്നു. അതിന് മുന്നേ നമ്മുടെ സിൽവർ ജൂബിലി ആയിരുന്നു, 25 ഇയേഴ്സിൻ്റെ സെലിബ്രേഷനായിരുന്നു. LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ്, അങ്ങനെ ഓരോ ക്ലാസ്സിനായിട്ട് നമ്മൾ 2-3 ഡാൻസൊക്കെ ചിലപ്പോൾ ഒത്തിരി കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ കാണും. ഞങ്ങൾ എയിം ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും സ്റ്റേജിൽ കയറണം, എല്ലാവരെയും നല്ലപോലെ കാണാനും പറ്റണം. അപ്പോൾ അതിനനുസരിച്ച് കുട്ടികളെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഓരോ ഡാൻസസ് പഠിപ്പിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ എൻഡ് ചെയ്യുവാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. അടുത്ത വീഡിയോയിൽ കാണാം.